ജീവിതത്തിൽ ഇതാദ്യമായാണ് ഞങ്ങൾ ഇത്രയും ലോങ് ആയി യാത്ര പോകുന്നത്. ദ ലവ്ലി പ്ലസ് സോനാമാർഗ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഗാന്ദർബൽ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഞങ്ങൾ അവിടേക്ക് എത്തിയത് ചൂട് സമയത്താണ്. വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മലകളെല്ലാം വെള്ള പട്ട് വിരിച്ചതുപോലെ ഇരിക്കും. പരമ്പരാഗതമായി കാശ്മീർ വീടുകളെല്ലാം കോതി എന്നാണ് അറിയപ്പെടുന്നത്. ജനലുകളും മേൽക്കൂരകളും അലങ്കരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും പ്രധാനമായും മരം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശൈത്യകാലങ്ങളിൽ മരത്തിന് ഇൻസുലിൻ നൽകുകയും കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യുന്നു. സോനാമാർഗിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് സീറോ പോയിൻ്റ്. ഹിമവൽ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതും നിറയെ ചെറിയ ചെറിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സിന്ധു നദി പതിവിലും സുന്ദരിയാണ്. ആർദ്രമായ അവളുടെ ചിരി ചുറ്റുമുള്ള ചെങ്കുത്തായ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ച് പ്രകൃതിയെ കൂടുതൽ സൗന്ദര്യത്തിലാഴ്ത്തുന്നു. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് സീറോ പോയിന്റിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ടാക്സി പിടിച്ചായിരുന്നു ഞങ്ങൾ സീറോ പോയിന്റിൽ എത്തിയത്. കാർഗിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സേജില പാസിൻ്റെ അവസാനത്തിൽ ലഡാക്കിലേക്കുള്ള കവാടം എന്നും ഇതറിയപ്പെടുന്നു. വെയിറ്റിംഗ് ഷെഡുകളിൽ കുറേ ചെറുപ്പക്കാർ ഐഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ സ്ഥലത്തെത്തിയിട്ട് എങ്ങനെയാണ് നല്ലൊരു ഫോട്ടോ എടുക്കാതെ മടങ്ങുക? അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, തകർത്ത് അഭിനയിക്കുകയായിരുന്നു. നായിക ഞാനും നായകൻ ചേട്ടനും. പിന്നീട് ഞങ്ങൾ പോയത് ദാൽ ലേക്കിലും മുഗൾ ഗാർഡൻസും സന്ദർശിക്കാനാണ്. പൂക്കളുടെ സീസൺ അല്ലെങ്കിൽ പോലും ഗാർഡൻ മനോഹരമാക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാമറാമാൻ ഹസ്സിനെ തന്നെ നിയമിക്കുകയുണ്ടായി. മരം കയറി എന്ന് വിളിച്ചപ്പോൾ ചേട്ടൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാനതിവിടെ തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. ക്യാമറാമാൻ പൊളിയാണെന്ന് വെറുതെ വീമ്പ് പറയുന്നതല്ല, നല്ല ഫോട്ടോസായിരുന്നു. അത് ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്തു. അപ്പോഴാണ് നായികയെ മാറ്റിയാലോ എന്നുള്ള ചോദ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പാക്കപ്പ് പറഞ്ഞു. ലേക്കിൽ നിന്ന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്താണ് ഗാർഡനിൽ എത്തിക്കുന്നത്. ഈ വെള്ളം എത്രത്തോളം വൃത്തിയുണ്ടെന്നൊന്നും അറിയില്ല. എങ്കിലും കുറേ മനുഷ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. See you, tata, bye.